സംസാരിക്കുന്ന പൂച്ചക്കുഞ്ഞ്. ഒരിടത്ത് മിന്നു എന്നു പേരുള്ള ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. മിന്നുവിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവൾക്ക് മനുഷ്യരെപ്പോലെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവൾ അത് ഇതുവരെ ആരെയും അറിയിച്ചിരുന്നില്ല. മിന്നു താമസിച്ചിരുന്നത് അപ്പു എന്ന ഒരു കൊച്ചുകുട്ടിയുടെ കൂടെയായിരുന്നു. ഒരു ദിവസം അപ്പു കളിക്കാൻ പോയപ്പോൾ മിന്നു അടുക്കളയിലെത്തി. അവിടെ മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ ചൂടുള്ള പാലപ്പം ഇരിക്കുന്നത് അവൾ കണ്ടു. ഓഹോ, എന്തൊരു മണം! ഒന്നെടുത്തു കഴിച്ചാലോ? മിന്നു മനസ്സിൽ വിചാരിച്ചു. അപ്പോഴാണ് അപ്പുവിന്റെ മുത്തശ്ശി അടുക്കളയിലേക്ക് വന്നത്. മിന്നു മെല്ലെ പാത്രത്തിലേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ മുത്തശ്ശി അവളെ കണ്ടു. ദുഷ്ടൻ പൂച്ചക്കുഞ്ഞെ, നീ പാൽ മാത്രം കുടിച്ചാൽ മതി, ഈ പലഹാരത്തിൽ തുടരുത്, മുത്തശ്ശി ശാസിച്ചു. പെട്ടെന്ന് മിന്നു തലയുയർത്തി മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. അയ്യോ മുത്തശ്ശി, ഞാൻ അറിയാതെ ഒന്നു മണത്തു നോക്കിയതേയുള്ളൂ. ഞാൻ നല്ല കുട്ടിയല്ലേ? മുത്തശ്ശി ഞെട്ടിപ്പോയി. അവരുടെ കൈയിലെ തവി താഴെ വീണു. സൈസ്, സംസാരിക്കുന്ന പൂച്ചക്കുഞ്ഞോ? മുത്തശ്ശി കണ്ണുകൾ തിരുമ്മി നോക്കി. അവിടെ ഓടിക്കളിക്കാൻ വന്ന അപ്പു ഇത് കേട്ടു. മുത്തശ്ശി, എന്താ പറ്റിയേ? മോനെ അപ്പു, ഈ പൂച്ചക്കുഞ്ഞ് എന്നോട് സംസാരിച്ചു, മുത്തശ്ശി വിറയലോടെ പറഞ്ഞു. അപ്പു ചിരിച്ചുകൊണ്ട് മിന്നുവിനെ എടുത്തു. അതിനെന്താ മുത്തശ്ശി, അവൾ മിടുക്കിയായ ഒരു സംസാരിക്കുന്ന പൂച്ചക്കുഞ്ഞാണ്. അങ്ങനെ മിന്നു സംസാരിക്കുന്ന പൂച്ചക്കുഞ്ഞായി ആ വീട്ടിലെ സൂപ്പർ താരമായി. എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി. അവൾ സന്തോഷത്തോടെ എല്ലാവരുമായി സംസാരിച്ച് ജീവിച്ചു. ഗുണപാഠം: നമ്മുടെ പ്രത്യേക കഴിവുകൾ ഒളിച്ചുവെക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കും. കഥ ഇഷ്ടമായോ? ഇനി മറ്റൊരു കഥ വേണമെങ്കിൽ പറയാവുന്നതാണ്.